ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ചെറിയ ഇൻട്രോ വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഒരു 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ കേട്ടോ. അപ്പം അതിന് ഞാൻ എടുക്കുന്ന നോസിൽ 42 എന്നുള്ള നോസിലാണ്. അപ്പം ഞാൻ മേടിച്ചിട്ട് ഒരു കൊല്ലത്തോളം ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഇന്നലത്തെ ഫ്ലവർ മേക്കിങ് കഴിഞ്ഞപ്പോൾ കുറച്ച് ക്രീം മിച്ചമുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇത്തിരി നാളായി ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടി. അപ്പോൾ ഇന്നൊരു കറക്റ്റ് ഉച്ചയായപ്പോൾ ഒരു ഓർഡർ വന്നു. പിന്നെ അതങ്ങ് പരീക്ഷിച്ചേക്കാമെന്ന് വിചാരിച്ച് അപ്പം അങ്ങനെ ചെയ്ത ഫ്ലവറാട്ടോ. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ലീഫ് വരച്ചേക്കുന്നത് റോസ് പെറ്റൽ നോസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പം നമ്മുടെ 611 നോസിലിൻ്റെ സ്മോൾ സൈസ്, അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ടൈപ്പ് കേട്ടോ. അപ്പം ഈ 42 എന്നുള്ളതിൻ്റെ ഞാനത് പിക്ക് ഇട്ടേക്കാം, അതിൻ്റെ സൈഡിൽ ആഡ് ചെയ്തേക്കാവേ. അപ്പം ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറയാം കേട്ടോ. അപ്പം അങ്ങനെ വീഡിയോ നോക്കാം. നമുക്ക് ആദ്യം തന്നെ കേക്ക് ലീഫെല്ലാം ഒന്ന് വരച്ചു കൊടുക്കാവേ. അപ്പം ഇവിടെ യൂസ് ചെയ്തേക്കുന്ന കളറ് മാജിക് കളേഴ്സിൻ്റെ ലീഫ് ഗ്രീൻ 2 ഡ്രോപ്പ് ആഡ് ചെയ്തതാണ്. അപ്പോൾ റോസ് പെറ്റൽ നോസിലാണ് യൂസ് ചെയ്തേക്കുന്നത്, ചെറിയ ടൈപ്പ്. അപ്പം ഇതുപോലെ 2 ലീഫ് വെച്ചിട്ട് വരച്ച് ഇടവിട്ട് 2 ലീഫ് വരച്ചു കൊടുക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഫ്ലവർ ചെയ്യാം. അപ്പോൾ ലീഫ് വരയ്ക്കുമ്പം ഇതുപോലെ ചെറിയ വേവ്സ് ഇങ്ങനെ കൊടുക്കുമ്പോഴായിരിക്കും ഇച്ചിരി ഒരു ഭംഗി കിട്ടുന്നത്. നമുക്ക് റോസ് പെറ്റൽ നോസ് യൂസ് ചെയ്ത് പലതരത്തിലും ലീഫ് വരയ്ക്കാം. അപ്പം ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ചെയ്യുന്നുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ പ്ലെയിനായിട്ട് ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് സൈഡ് വഴി ഇപ്പോൾ ഈ സെയിം പോകുന്ന രീതിയിൽ തന്നെ ഡയറക്റ്റ് ഒന്ന് മുകളിലോട്ട് ഒന്ന് നോസിൽ കൊണ്ടിട്ട് ഈ സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് ചെരിച്ച് കൊണ്ടുവന്നാലും മതി. അപ്പം ഞാൻ ചെറിയ വേവ്സ് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യാവേ. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ഫുൾ ആദ്യം ചെയ്ത് കൊടുക്കാം ലീഫ് തന്നെ. എന്നിട്ട് നമുക്ക് ബാക്കി ഡെക്കറേഷൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഇങ്ങനെയല്ലായിരുന്നു ഡിസൈൻ കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. പിന്നെ കറക്റ്റ് ആ സമയം അപ്പോൾ ഒന്ന് പെട്ടെന്ന് പ്ലാൻ മാറ്റി പെട്ടെന്ന് ആ തോന്നിയ സമയത്ത് അങ്ങ് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ആക്ച്വലി എനിക്ക് ആ സമയത്ത് അതിൻ്റെ ക്രീം പോലും തികഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ ഉള്ളത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തതാണ് ഇത്രയും. അപ്പോൾ ഇതിനടുത്തേക്കൊന്ന് 1.5 കപ്പ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ക്രീമും ചോദിക്കും വിവോ ഇപ്പോൾ പ്രിസ്റ്റിൻ എന്നുള്ള പേരിലല്ല, അപ്പോൾ പ്രിസ്റ്റിൻ്റെ വിപ്പ് ടോപ്പ് അപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം ലീഫ് ഫുള്ള് നമ്മളൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ 42 എന്നുള്ള നോസ് യൂസ് ചെയ്തുള്ള ഫ്ലവർ ഒന്ന് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ടിപ്പാണ് തീരെ ചെറുതാണ് കേട്ടോ. അതിപ്പം ഇത് ഫോട്ടോയിൽ കാണുന്ന പോലെയല്ല, തീരെ ചെറുതാണ്. അതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യാണ്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ വെറുതെ ഒന്ന് ട്രൈ ചെയ്തപ്പം കുഴപ്പമില്ലാണ്ട് കിട്ടി. ഞാൻ പണ്ട് നോക്കിയപ്പോൾ എനിക്ക് ശരിയായി വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്തപ്പോൾ കുഴപ്പമില്ലാണ്ട് കിട്ടിയോണ്ട് ഒന്ന് ചെയ്തതന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഇപ്പോൾ ഇതിനെടുത്തേക്കുന്ന കളറ് മറ്റേ ഫ്യൂഷ്യ എന്നുള്ള കളറിൽ നിന്ന് 2 ഡ്രോപ്പ് ആഡ് ചെയ്താണ്. കുറച്ച് യെല്ലോ കളറും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് അതിൻ്റെ അറ്റൊന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് ആ സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ആദ്യം ഞാനൊരു 4 പെറ്റലാണ് വരച്ച് കൊടുത്തേക്കുന്നത്. അതിന് തൊട്ടടുത്തടുത്തായിട്ടാണ് പോയേക്കുന്നത്. അപ്പോൾ അടുത്ത ലെയർ വരുമ്പോൾ അതിന് തൊട്ട് ബാക്കിലായിട്ടും 4 പെറ്റൽ വരച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു 4 ലെയറിലായിട്ട് ഇങ്ങനെ അതിൻ്റെ ബാക്കിലായിട്ട് പെറ്റൽ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 4 പെറ്റൽസിൻ്റെ ആ ലെയർ കഴിഞ്ഞപ്പം ഇനി ലാസ്റ്റ് അടുപ്പിച്ച് ഇങ്ങനെ ഓരോ പെറ്റൽ തൊട്ടടുത്തായിട്ടാണ് ഇപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ റോസ് പെറ്റലിന് മീൻസ് റോസ് ഫ്ലവർ ചെയ്യുന്ന പോലെ ബാക്കി എൻ്റെ ഒരെണ്ണം ചെയ്തതിൻ്റെ ബാക്കി നല്ല സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഒരെണ്ണം എവിടെ കഴിഞ്ഞോ അവിടെ നിന്ന് ആണ് അടുത്ത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ആ രീതിയിലാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. ആ ഒരു രീതിയിൽ ഒറ്റ ലെയറിലേ ചെയ്തിട്ടുള്ളൂ. അപ്പം ഇപ്പം അത്യാവശ്യം ചെയ്തപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു ഫ്ലവർ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമുക്കൊന്ന് അടുത്തൊന്ന് ചെയ്ത് നോക്കാം. ഇതുപോലെ സെൻറ്ററിൽ യെല്ലോ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് മുകളിലോട്ടൊന്ന് വലിച്ചു കൊടുത്താൽ മതി, ചെറിയൊരു പൂമ്പൊടി പോലെ. അപ്പം ഇത് ചെയ്തിട്ട് അത് കവർ ചെയ്യുന്ന രീതി ആദ്യം 4 പെറ്റലൊന്ന് വരച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ബാക്കിലും സെയിം 4, അങ്ങനെ അതിൻ്റെ ബാക്കിലായിട്ട് 4 ലെയറായിട്ട് ഒന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ ഫ്ലവർ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ചെയ്യുന്നതിൻ്റെ വേറൊരു വീഡിയോ ഉടനെ ഇടാവേ. അതായത് ഈ നോസിൽ വേണമെന്നില്ല, ഈ ഒരു ടൈപ്പ് ഫ്ലവർ ചെയ്യാൻ റോസ് പെറ്റൽ നോസിൽ ഇല്ലാണ്ട്, അതായത് ഈ ടൈപ്പ് പെറ്റൽ നോസിൽ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവറിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്ത ദിവസം തന്നെ ഇടാവേ.
എനിക്ക് ഇങ്ങനത്തെ ഒരു ഫ്ലവർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്ന് വെച്ചാൽ ഈ ഫോറിനേഴ്സിൻ്റെ ഒക്കെ വീഡിയോസിൽ ഞാൻ കൂടുതൽ അവരുടെയൊക്കെ വീഡിയോസ് കൂടുതലും കണ്ടിട്ടുള്ളൂ. അപ്പം അവരതിനകത്ത് ഇങ്ങനത്തെ ഫ്ലവർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം അവരുടെ ഉള്ള ടൈപ്പ് നോസിലൊന്നും നമുക്ക് നമ്മുടെ നാട്ടിലൊന്നും അവൈലബിൾ അല്ല. അപ്പം ഇത് ചെയ്യണമെന്നൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം വെറുതെ ഒന്ന് ഈ നോസിൽ വെച്ച് ട്രൈ ചെയ്തപ്പോൾ ഒന്ന് ഏകദേശം ഒന്ന് ശരിയായിരുന്നു. കറക്റ്റ് ശരിയായെന്ന് ഞാൻ പറയുന്നില്ല, ഏകദേശം ഒന്ന് ശരിയായെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒന്ന് ചെയ്തെന്നേ ഉള്ളൂ. അപ്പം ഞാൻ വേറെ നോസിൽ വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അപ്പം അതാകുമ്പോൾ ഇച്ചിരൂടെ പെർഫെക്റ്റാണ്. പക്ഷേ എൻ്റെ നോസിൽ തീരെ ചെറുതാണ്. എന്നാലും ഒന്ന് ഞാൻ ഒരു തവണ ചെയ്ത് നോക്കിയിരുന്നു. എന്തായാലും ഞാൻ നാളെ പറ്റുവാണെങ്കിൽ അതിൻ്റെ വീഡിയോ ഇടാവേ. പിന്നെ ഈ നോസിലിപ്പോൾ ഷോപ്പിലൊക്കെ കിട്ടുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് പണ്ട് ഞാൻ ഇതുപോലെ ലോക്ക്ഡൗൺ ടൈമിലാണ് ഞാനപ്പം ഇതുപോലെ ബേക്കിങ് തുടങ്ങിയത്. ആ സമയത്ത് നോസിലൊക്കെ ഷോപ്പിൽ ചോദിക്കുന്ന സമയത്ത് അവിടെ ഇല്ലായിരുന്നു. അപ്പം ലോക്ക്ഡൗൺ ആയതുകൊണ്ടൊന്നും വരുന്നില്ലായിരുന്നു. അപ്പോൾ കുറേ നോസിലിങ്ങനെ ആരും മേടിക്കാണ്ട് കിടന്ന കൂട്ടത്തിലുള്ള ഒരു നോസിലായിരുന്നു ഈ നോസിലും. പിന്നെ ചെറിയൊരു ലീഫ് നോസിലൊക്കെ എന്നൊക്കെ ഞാൻ ആദ്യം മേടിച്ച 2 നോസിലായിരുന്നു. പിന്നെ എന്നെ ഇങ്ങനെ ഫ്ലവറൊന്നും ചെയ്യാൻ ആ സമയത്ത് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ നോസിൽ കിട്ടാനില്ലായിരുന്നു. അന്ന് മേടിച്ച് വെച്ച നോസില, പക്ഷേ ഇപ്പോഴാണ് ഞാൻ യൂസ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഓൺലൈനിലൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് നോക്കിയപ്പം 50, 53 അങ്ങനത്തെ സംതിങ് എൻ്റെ റേറ്റ് കിടക്കുന്നത്. ഷോപ്പിൽ കറക്റ്റ് അറിയില്ല കേട്ടോ. അപ്പം നമ്മൾ ഫ്ലവർ എല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പേരോട് എഴുതി കേക്ക് ഇപ്പോൾ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇന്ന് പേരെഴുതുന്ന വീഡിയോ എടുത്തില്ല, ഇന്ന് ഇടുന്നതാണ്ട് എനിക്ക് ഇട്ടാന്ന് കേട്ടോ. അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം നാളെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.